ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രചരണത്തിൽ വരുന്നു. രാഹുൽ ഗാന്ധി കൊച്ചിയിൽ വരുന്നുണ്ടോ പ്രചരണത്തിന്? രാഹുൽ ഗാന്ധി കൊച്ചിയിൽ വരുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ 22-ാം തീയതിയും 1-2 സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെന്ന് കേട്ടു. ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേശീയ നേതൃത്വം പറഞ്ഞ ചില സ്ഥലങ്ങളിലാണ് അദ്ദേഹം വരുന്നത്. നമ്മൾ ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സും ദേശീയ നേതാക്കന്മാർ വരുമ്പോഴേക്കും നമ്മളുടെ ഒരു ഇവിടുത്തെ ഒരു വർക്കിനെയും പല തരത്തിൽ അത് ബാധിക്കും. ഞങ്ങളുടേതായ രീതിയിൽ വളരെ ലോ പ്രൊഫൈലിൽ വർക്ക് അതുകൊള്ള ലോ പ്രൊഫൈലാണെങ്കിലും ഹൈ പ്രൊഫൈലിലാണ് നിറഞ്ഞു നിൽക്കുകയാണ് മണ്ഡലം മുഴുവൻ. ഇപ്പോഴും എൻ്റെ ഒരു സംശയമുള്ളത്, ഈ മണ്ഡലത്തിലെ ഒരു ജനങ്ങളുടെ ഒരു പൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ചർച്ച ചെയ്തൊരു വിഷയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതൊരു മണ്ഡലത്തിലും ഇപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 3 പര്യടനം പൂർത്തിയാക്കി. വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒറ്റ വിഷയമാണ് അവർ പറയുന്നത്, CAA എന്ന വിഷയം മാത്രമാണ് വടക്കൻ കേരളത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. നമ്മൾ വടകര അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പാനൂർ അടക്കമുള്ള വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഷാഫിയുടെ വരവോടുകൂടി. ഇവിടെ എന്താണ് നമ്മൾ പ്രൈം ഫോക്കസ് എന്നാണ് ചോദ്യം. അല്ല, ഇവിടെ ഞാൻ പറയുന്നത് പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ വികസനം എറണാകുളത്തൊരു വിഷയമാണ്, കുടിവെള്ളം എറണാകുളത്തൊരു വിഷയമാണ്, തീരദേശ മേഖലയിൽ വ്യത്യസ്തമായ വിഷയങ്ങളാണ്. പ്രാദേശിക വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ ബൈ ആൻഡ് ലാർജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഈ പറഞ്ഞ CAA അടക്കം മണിപ്പൂർ അടക്കം ഉള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും. പ്രാദേശികമായിട്ട് വികസന വിഷയങ്ങളുണ്ട്, പ്രാദേശികമായിട്ട് ചെയ്തു തീർക്കേണ്ട പദ്ധതികളുണ്ട്, അതിലും അസംതൃപ്തിയുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടുള്ള അസംതൃപ്തിയാണ്. ആ അസംതൃപ്തിയും പ്രകടിപ്പിക്കപ്പെടും. നിങ്ങളിപ്പോൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 65 മുതൽ 70% വരെ എറണാകുളത്തു നിന്നാണ് പൊതുഖജനാവിലേക്ക് ടാക്സ് ഇനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ എറണാകുളത്ത് പുതിയൊരു കുടിവെള്ള പദ്ധതി ഇല്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അമൃത അടക്കമുള്ള പദ്ധതികളുണ്ടെങ്കിലും പര്യാപ്തമായ ജനങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന, ഇപ്പം നിങ്ങളുടെ ചാനലിൻ്റെ പിന്നിൽ ഞാനും PJ ജോസഫും ഉമ്മൻചാണ്ടിയും വന്നൊരു തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു. 232 കോടി. VJ കുര്യൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. അത് 125 MLD പ്ലാന്റ്, ഇന്ന് 190 MLD പദ്ധതിയുണ്ട്. പക്ഷെ 1 രൂപ പോലും കിഫ്ബി പദ്ധതിയിൽ നിന്ന് മാറ്റിവെച്ചിട്ടില്ല. തീരദേശത്ത്, ഞാൻ ഇവിടെ നമ്മൾ തീരദേശത്താണല്ലോ ഇന്ന് നിൽക്കുന്നത്, തീരദേശത്ത് എല്ലായിടത്തും ലാറ ആക്ട് പ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. റെയിൽവേ, നാഷണൽ ഹൈവേ എല്ലാം നല്ല പണം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ഭൂമി പോകുന്നത്. പക്ഷെ ഇവിടെ മാത്രം തീരദേശ റോഡിന് അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ കോറിഡോർ എന്ന് പറയുന്ന പുനഃഗ്രഹം പദ്ധതി എന്നൊക്കെ പറയുന്നതിൽ 2 ലക്ഷം രൂപയാണ് പെർ സെന്റിന് കൊടുക്കുന്നത്. അപ്പോൾ ദേശീയ നിയമം, ഒരു ഭൂമി ഏറ്റെടുക്കൽ നയവും നിയമവും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് അർഹമായ ഭൂമിയുടെ വില കിട്ടുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ജനങ്ങൾ അതിൽ ഒരു പൊതു താല്പര്യ ഹർജിയിലേക്ക് പോകാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം മെട്രോ 52 ലക്ഷവും 40 ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് ഭൂമി ഏറ്റെടുക്കുന്നു. തീരദേശത്ത് ഒരാൾക്ക് 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ. ആ വ്യത്യാസം സ്വാഭാവികമായിട്ടും തീരദേശ റോഡിന്റെ വികസനം അതെല്ലാം അവരെ കുടിയൊഴിപ്പിക്കുമ്പോൾ അവർക്ക് അർഹമായ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള പാക്കേജ് ഉണ്ട്, അത് നടപ്പാകുന്നില്ല. അപ്പൊ ഇതെല്ലാം അസംതൃപ്തിയും, ഇതെല്ലാം തീരദേശത്ത് ഉയരുന്ന വിഷയങ്ങൾ. വൈപ്പിനിൽ പോയാൽ കടൽഭിത്തി ബുദ്ധിമുട്ടിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രതികരണം ഉണ്ടാകും.